ശമൂവേലിന്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം 4-ാം വചനം. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു. യോനാഥാന്റെ മകനായ മെഫീബോശെത്തിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 കാലും മുടന്തായ ആ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കുടുംബത്തിലുള്ളവർ പരിപാലിച്ചത്? പക്ഷെ ഒരു കാര്യം ഓർക്കണം, 2 കാലും മുടന്തനായ ആ വ്യക്തിയെ എങ്ങനെ നോക്കുമെന്ന് മാതാപിതാക്കൾ സംശയിച്ച് കാണും, അവരുടെ ബന്ധുക്കൾ സംശയിച്ച് കാണും. പക്ഷെ ദൈവത്തിന് വലിയൊരു പ്രവർത്തന പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ദാവീദിനോട് പറഞ്ഞത് ഈ മെഫീബോശെത്തിനെ നിന്റെ വീട്ടിൽ സംരക്ഷിക്കാനായിട്ടാണ്. ദാവീദിന്റെ വീട്ടിൽ ജീവപര്യന്തം തൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ദൈവം യോനാഥാന്റെ മകനായ മെഫീബോശെത്തിന് ഒരവസരം ഒരുക്കി. നാമും ചിന്തിക്കും, നമ്മുടെ മക്കളുടെ ഭാവി എന്താകും? സ്പെഷ്യൽ കുട്ടികളുടെ പേരൻസിന്റെ ഏറ്റവും വലിയ ചിന്ത അതാണ്. ദൈവമാണ് അങ്ങനെ അവരെ നിർമ്മിച്ചതെന്ന് വരികിൽ, ദൈവമാണ് അങ്ങനെ അവരെ സൃഷ്ടിച്ചതെന്ന് വരികിൽ അതിനുള്ള പരിഹാരവും ദൈവം കാണും. രാജാവിന്റെ കൊട്ടാരത്തിൽ 2 കാലം മുടന്തായ മെഫീബോശെത്തിന് അവസരം ഒരുക്കിയതുപോലെ നമ്മുടെ മക്കളെയും ദൈവം അത്ഭുതകരമായ നിലയിൽ പരിപാലിക്കും. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.